വെറുതെ രാഷ്ട്രീയം കളിക്കില്ലേ എന്ന് സാക്ഷാൽ ഹൈക്കോടതിയെ കൊണ്ടുവരെ പറയിപ്പിക്കുകയാണോ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ? വോട്ടർ പട്ടികയിലെ പിഴവുകളിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടോ എന്ന ചോദ്യം പരോക്ഷമായി ഇന്ന് കോടതി തന്നെ ഉയർത്തിയതോടെ ചോദ്യം മുട്ടടയിലെ വിഷയം മാത്രമായി ചുരുങ്ങുന്നില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ വീണ്ടും ഹിയറിംഗ് നടത്തണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഹൈക്കോടതി ആവശ്യപ്പെടുമ്പോൾ കോടതിയുടെ വിധി വരും മുൻപേയുള്ള പരാമർശങ്ങൾ കുറുക്കിക്കൊള്ളുന്നത് ആരുടെ നെഞ്ചിലാണെന്ന് കൂടി വേണം കാണാൻ. വൈഷ്ണയുടെ പേര് ഒഴിവാക്കിയത് അനീതിയാണെന്നും 24 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കാൻ വെറും രാഷ്ട്രീയം കളിക്കില്ലേ എന്നും കോടതി പറയുമ്പോൾ ഉത്തരം നൽകേണ്ട ബാധ്യത സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമാണ്. വോട്ടർ പട്ടികയിലെ മേൽവിലാസവുമായി ബന്ധപ്പെട്ട പ്രശ്നമുയർത്തി CPM പ്രാദേശിക ഘടകം നടത്തിയ രാഷ്ട്രീയത്തിനും മറുപടി കൊടുക്കാൻ ധാർമ്മികമായ ബാധ്യതയില്ലേ? കേസിൽ കക്ഷി ചേർക്കണമെന്നാവശ്യപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷന് ഇതിലെന്താണ് കാര്യമെന്ന് ഹൈക്കോടതി ചോദിക്കുമ്പോൾ ഇത്തരം രാഷ്ട്രീയം വേണോ എന്ന് കൂടിയാണ് നീതിപീഠം എടുത്തു ചോദിക്കുന്നത്. പടയ്ക്ക് മുൻപേ പോര് നടക്കുന്ന ഈ തദ്ദേശത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തകരുടെ ആത്മഹത്യകൾ എഴുതിത്തള്ളാം. ആശയങ്ങൾ പെരുവഴിയിലിട്ടിട്ട് സീറ്റിന് വേണ്ടി ഏത് പാളയത്തിലും ചേക്കേറാം. പക്ഷേ വോട്ട് ചെയ്യാൻ വരുന്ന ജനം കഴുതയല്ല എന്ന് രാഷ്ട്രീയ പാർട്ടികളോട് ആര് പറഞ്ഞു കൊടുക്കും? നാട്ടിലോട്ട് കാണാം ഇന്നത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. അംഗം മാത്രമല്ല പുകിലുമുണ്ട്. പക്ഷേ എന്നിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലല്ല എന്ന് പറഞ്ഞൊഴിയുന്നുണ്ട് വെള്ളാപ്പള്ളി. അത് പക്ഷെ ഭരിക്കുന്നവർക്കും ഭരിക്കാൻ ഒരുങ്ങി നിൽക്കുന്നവർക്കും പറയാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. ഇത്രയേറെ ചൂടുള്ള സജീവമായ ഒരു തദ്ദേശം കേരള രാഷ്ട്രീയം കണ്ടിട്ടുണ്ടാകില്ല. അത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ ആയതുകൊണ്ട് തന്നെയാണ്. അങ്ങ് തലപ്പത്ത് തൊട്ട് ഇങ്ങ് തിരുവനന്തപുരം കാസർഗോഡ് വരെ പഴയതുപോലെ 2 മുന്നണികളുടെയല്ല 3 മുന്നണികളുടെ പ്രസ്റ്റീജ് വിഷയമാകുകയാണ് ഈ തദ്ദേശത്തിലെ തോൽവിയും ജയം. അതുകൊണ്ടാണ് നിയമ പോരാട്ടങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ശ്രദ്ധ നേടുന്നത്. അങ്ങനെ മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണയുടെ പരാതിയിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടിയെടുക്കണമെന്നും ഇല്ലെങ്കിൽ അസാധാരണ അധികാരം പ്രയോഗിക്കുമെന്ന താക്കീത് പോലും ഹൈക്കോടതി പ്രകടമാക്കിയിരിക്കുന്നു. കേസിൽ എന്തായാലും നാളെ വീണ്ടും ഹിയറിംഗ് നടക്കും. അതേസമയം കോടതിയിൽ നിന്ന് അനുകൂല വിധി പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, താൻ കളത്തിലിറങ്ങുകയാണ് എന്നാണ് വൈഷ്ണയുടെ പ്രതികരണം. ഹൈക്കോടതി പരാമർശത്തിന്റെ ആശ്വാസത്തിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകർ. വൈഷ്ണ വീണ്ടും തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ മത്സരിക്കാൻ കഴിയുകയില്ല എന്നൊരു നിർദ്ദേശം വൈഷ്ണയ്ക്ക് മുൻപിലേക്ക് എത്തിയത്. തുടർന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയും ഇന്ന് ഹൈക്കോടതിയുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസത്തിനകം കലക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ഇതിലൊരു തീരുമാനമുണ്ടാകണം. അതായത് രാഷ്ട്രീയം കളിക്കരുത്, ഈ ഒരു 24 വയസ്സ് മാത്രമുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണമെന്നും സാങ്കേതിക കാരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കാൻ പാടില്ല എന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു രാഷ്ട്രീയ നീക്കമാണ് പൊളിഞ്ഞതെന്നും ഇതിൽ കൂടുതൽ ശക്തിയോടുകൂടി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് മുന്നോട്ട് കയറി വരുമെന്നായിരുന്നു വൈഷ്ണയുടെ പ്രതികരണം. അനുകൂലമായിട്ടൊരു വിധി വരും തന്നെയാണ് പ്രതീക്ഷ. കാരണം സത്യം ജയിക്കും എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ട്. 2 ദിവസത്തിനകം ഹൈക്കോടതിയെ തീരുമാനം അറിയിക്കണമെന്നാണ് കലക്ടർക്ക് നിർദ്ദേശം നൽകിയത്. ഈ ഒരു കലക്ടറിന്റെ തീരുമാനം അനുകൂലമാവുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കളി വൈഷ്ണയ്ക്ക് കൂടുതൽ വോട്ട് ലഭിക്കാനുള്ള ഒരു കാരണമായേക്കുമെന്നടക്കം കോൺഗ്രസ് ഗ്രൂപ്പുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. തുടർന്ന് വരുന്ന ദിവസങ്ങളിലും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രവർത്തനങ്ങളിൽ സജീവമാകാനാണ് വൈഷ്ണയുടെ തീരുമാനം. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കോടതി നടത്തിയത് പരാമർശവും താക്കീതുമൊക്കെയാണ്. വിധി വരട്ടെ. പക്ഷേ ഈ പരാമർശങ്ങളൊക്കെ CPMന് തിരിച്ചടിയും കോൺഗ്രസിന് ഗുണവുമായി. അത് തന്നെ ഇനി മുട്ടടയിലും മറ്റ് സ്ഥലങ്ങളിലും പ്രതിഫലിച്ചേക്കും. വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തെ CPM ഭയപ്പെടുന്നു എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. ഇങ്ങനെയല്ല സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കേണ്ടത് എന്ന് പോലും CPMനോട് KPCC അധ്യക്ഷൻ പറയുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കട്ടെ, അന്യായമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തതെന്നടക്കം സണ്ണി ജോസഫ് പ്രതികരിക്കുകയും ചെയ്തു. ഇനി ഒരിടത്ത് CPM ഈ തരത്തിൽ ക്ഷീണിക്കുമ്പോൾ മറ്റൊരിടത്ത് പക്ഷേ പ്രചാരണം ശക്തമാക്കാൻ പിടിവള്ളി CPMനുണ്ട്.
ഇതേ തിരുവനന്തപുരത്ത് തന്നെ തൃക്കണ്ണാപുരം വാർഡിൽ സീറ്റ് നൽകാത്തതിൽ മനംനൊന്ത് RSS നേതാവ് ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തത് പ്രചാരണ വിഷയമാക്കുകയാണ് CPM. 21-ാം തീയതി തിരുമലയിൽ നടക്കുന്ന പൊതുയോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പങ്കെടുക്കും. തിരുവനന്തപുരത്തെ BJP അധോലോക സംഘത്തിന്റെ കയ്യിലാണെന്ന് CPM ആരോപിച്ചുകൊണ്ടുകൂടിയാണ് ഈ വിഷയം ആളിക്കത്തിക്കുന്നത്. തിരുമല ആനന്ദ് കെ തമ്പി ശാലിനി കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തലസ്ഥാനത്ത് BJPയുടെ RSSന്റെ പ്രധാന പ്രവർത്തകരായ 4 പേരാണ് ആത്മഹത്യാ ശ്രമം നടത്തുകയും ഇതിൽ 3 പേർ മരിക്കുകയും ചെയ്തത്. ഈ വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണ വിഷയമാക്കാനാണ് CPMന്റെ തീരുമാനം. തിരുമല അനിലിന്റെ ആത്മഹത്യ ഒരു പങ്കുമില്ലെന്ന് BJP നേതൃത്വം പറഞ്ഞ് കൈയൊഴിഞ്ഞിരുന്നു. ഇപ്പോൾ ആനന്ദിന്റെ മരണത്തിലും അതാണ് BJPയുടെ നിലപാട്. ആ പ്രവർത്തകരുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ പറഞ്ഞത്. എന്നാൽ അടുത്ത ബന്ധം പുലർത്തുന്ന തെളിവുകൾ ഈ ദിവസങ്ങളിൽ പുറത്തു വരികയും ചെയ്തു. ഈ വിഷയം ഏറ്റെടുക്കാനാണ് CPMന്റെ തീരുമാനം. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് വലിയ ചർച്ചയാക്കി മാറ്റാൻ CPM ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ന് രാവിലെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മന്ത്രി V ശിവൻകുട്ടി നേതൃത്വത്തിൽ ആനന്ദിന്റെ വീട്ടുകാരെ സന്ദർശിച്ചവർക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള അധോലോക സംഘങ്ങളുടെ താവളമായി BJP മാറുന്നു എന്ന ആരോപണമാണ് CPM മുന്നോട്ട് വയ്ക്കുന്നത്. RSS BJP എത്ര ഭീകരമായിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ എതിർ രാഷ്ട്രീയ പാർട്ടികളോട് എപ്പോഴും കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു മടിയുമില്ലാത്ത കൂട്ടരാണിവര്. പക്ഷേ പൊതുജനങ്ങളുടെ മുമ്പിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തങ്ങൾ നല്ലവരാണ്, ഹിന്ദുത്വ അജണ്ട പ്രചരിപ്പിച്ച് വിശ്വാസം എല്ലാവരെയും അടിച്ചേൽപ്പിച്ച് അല്ലെങ്കിൽ വിശ്വാസികളെ മുഴുവൻ ചേർത്തുകൊണ്ട് ആണ് അവർ നിലനിൽക്കുന്നത്. പക്ഷേ ആ വിശ്വാസ സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. സംഘടനയ്ക്കകത്ത് തങ്ങൾക്ക് ഹിതകരമല്ലാത്ത പ്രവൃത്തി നടത്തുന്നവരെ ശാരീരികമായി തന്നെ ഇല്ലാതാക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടനയെന്ന് RSS എന്നും BJP എന്നും കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന സംഭവങ്ങളാണ് തിരുവനന്തപുരത്ത് നടന്ന 3 സംഭവങ്ങളും പരിശോധിച്ചാൽ കാണുക. വാർഡ് തലത്തിൽ വലിയ പ്രചരണത്തിന് CPM തീരുമാനമെടുത്തിട്ടുണ്ട്. തിരുമല കേന്ദ്രീകരിച്ചുകൊണ്ട് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ പൊതുയോഗവും 21-ാം തീയതി നടത്തും. അങ്ങനെ ഈ വിഷയം RSSൽ BJP തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആത്മഹത്യാ ശ്രമങ്ങളും ആത്മഹത്യയുമൊക്കെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാനാണ് CPMന്റെ തീരുമാനം. ആനന്ദിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണം വേണമെന്ന ആവശ്യവും CPM മുന്നോട്ട് വയ്ക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം വേണം. ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ സഹകരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകളും ഈ മരണങ്ങളുമായുള്ള ബന്ധവുമൊക്കെ അന്വേഷിക്കണമെന്നാണ് CPMന്റെ ആവശ്യം. പ്രചാരണത്തിൽ വരുന്നു. കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അപരരും വിമതരും തോൽപ്പിച്ചവരിൽ അല്ലെങ്കിൽ അടിപതറിച്ചവരിൽ പ്രമുഖർ പോലുമുണ്ട്. ഇപ്പോൾ നാമനിർദ്ദേശക സമർപ്പണം ഇനി 4 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. അപ്പോഴും പല ഇടങ്ങളിലും ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. വിമത ഭീഷണി ഉണ്ടാകുന്നു. ഇതൊക്കെ മുന്നണികൾക്ക് തലവേദനയാകുന്ന ചിത്രം കൂടി തെരഞ്ഞെടുപ്പ് പാളയത്തിൽ നിന്നും. ഇന്ന് ഈ പാളയത്തിൽ കണ്ടവരെ നാളെ അപ്പുറത്ത് കാണും എന്നാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ പതിവ് ചിത്രങ്ങൾ. ഈ തൃശൂരിൽ UDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പോയി BJPയിൽ ചേർന്നതാണ് കാഴ്ച. കോൺഗ്രസ് ഭരിക്കുന്ന ചേർപ്പ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സുജിഷ കള്ളിയത്താണ് BJPയിൽ ചേർന്നത്. ഈ കോൺഗ്രസ് നേതാക്കളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് സുജിഷ പറയുന്നു. മാത്രമല്ല വളരെ വിപുലമായ ചടങ്ങോടെ BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ശോഭാ സുരേന്ദ്രൻ അടക്കം തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് എന്നീ നേതാക്കന്മാരുടെ എല്ലാം നേതൃത്വത്തിൽ നടന്ന വലിയ സ്വീകരണ ചടങ്ങിൽ കൂടിയാണ് UDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് BJP അംഗത്വം എടുത്തത്. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുവുമില്ല, സ്ഥിരം മിത്രവുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ കൂടുവിട്ട് കൂടുമാറലുകൾ തീരുന്നേയില്ല. പത്തനംതിട്ട മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം മുൻ CPI നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിലും ചേർന്നു. KPCC ആസ്ഥാനത്ത് ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ചേർന്ന് ഇന്ദിരാഭവനിൽ ശ്രീനാദേവിയെ സ്വീകരിച്ചു. അവരെ പാർട്ടിയിലേക്ക്, കോൺഗ്രസ് പാർട്ടിയിലേക്ക് ACC ജനറൽ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് സ്വാഗതം. ഇന്ന് പത്തനംതിട്ടയിൽ DCC വെച്ച് വൈകുന്നേരം ഒരു മെമ്പർഷിപ്പ് സ്വീകരിച്ച് കോൺഗ്രസിലേക്ക് ഔദ്യോഗികമായി വരുന്നതാണ്. I welcome her once again. Thank you so much. പാളയം മാറൽ മാത്രമല്ല, പാളയത്തിൽ പടയും
തൊഴുത്തിൽ കുത്തും തകൃതിയായി നടക്കുന്നുമുണ്ട്. ആലപ്പുഴയിൽ LDFന് തലവേദനയാണ് ഇപ്പോഴും CPM-CPI തർക്കം. ജില്ലയിൽ 4 പഞ്ചായത്തുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് CPI. രാമങ്കരി പഞ്ചായത്തിന് പുറമെ കുമാരപുരത്തും ആര്യാട് മുട്ടാർ പഞ്ചായത്തുകളൊക്കെ തർക്കമുണ്ട്. സീറ്റ് ധാരണ CPM ലംഘിച്ചെന്ന് CPI പറയുന്നു. എന്നാൽ ഈ തർക്കം ഉടൻ പരിഹരിക്കുമെന്ന് ഇരു പാർട്ടികളുടെയും ജില്ലാ നേതാക്കൾ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. ആ പരിഹാരം ഈ തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായാൽ മുന്നണിക്കും കൊള്ളാം, അണികൾക്കും കൊള്ളാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് ഇത്തരത്തിൽ കുട്ടനാട്ടിൽ LDFനുള്ളിൽ വലിയ തർക്കം നിലനിന്ന് പോകുന്നത്. പലയിടങ്ങളിലും, അതായത് ജില്ലയിലെ തന്നെ 4 പഞ്ചായത്തുകളിൽ CPI തനിച്ച് മത്സരിക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും രൂക്ഷമായ പ്രശ്നങ്ങൾ നടക്കുന്ന ഇടം രാമങ്കരി പഞ്ചായത്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഉൾപാർട്ടി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി CPM-ൽ നിന്ന് വിട്ടുപോയ നിരവധി ആളുകളാണ് CPI-യിൽ അവിടെ മെമ്പർഷിപ്പിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ രീതിയിലൊരു പ്രവർത്തനം CPI-ക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് LDF-നെ വലിയ രീതിയിൽ ഇപ്പോൾ വലയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. രാമഗിരി പഞ്ചായത്തിൽ 14 വാർഡുകളാണ് ഉള്ളത്. അതിൽ തന്നെ ആകെ 3 സീറ്റുകൾ നൽകാമെന്നുള്ള നിലപാടാണ് CPM കൈക്കൊണ്ടത് എന്നുള്ളതാണ്. അത് പറ്റില്ല എന്നുള്ള നിലപാടിലേക്ക് CPI കൂടി എത്തിയതോടെ രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് അവിടെ മുന്നണി എത്തുന്നു എന്നുള്ളതാണ്. 5 സീറ്റുകളെങ്കിലും ലഭ്യമാകണമെന്നുള്ള ആവശ്യമാണ് രാമഗിരിയിൽ അവർ CPI ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും 8 സീറ്റുകളിലേക്ക് തങ്ങൾ മത്സരിക്കും. അത് CPI നേർക്കുനേർ മത്സരത്തിലേക്ക് രാമഗിരി പഞ്ചായത്തിനെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ മുൻനിരയിൽ നിന്ന് തന്നെ പ്രവർത്തിക്കുന്നത് CPI-യുടെ മുൻപ് CPM പഞ്ചായത്ത് പ്രസിഡന്റും പിന്നീട് CPI-യിലേക്ക് പോവുകയും ചെയ്ത രാജേന്ദ്രകുമാർ അടക്കമുള്ള ആളുകളാണ് അതിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ്. രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ 8 സീറ്റുകളിലേക്ക് CPM-നെതിരെ CPI മത്സരിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ തന്നെ വേഴപ്ര അടക്കമുള്ള ഇടങ്ങളിൽ അത്രയും വലിയ ശക്തി സ്വാധീനം ഉള്ള ശക്തി കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ കടുത്ത മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ്. മാമ്പുഴക്കരിയിൽ 4, 5, 6 വാർഡുകളിലും വേഴപ്രയിൽ 13, 14 വാർഡുകളിലുമായാണ് ഇപ്പോൾ നിലവിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളടക്കം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് നിലവിലത്തെ സാഹചര്യത്തിൽ നിന്ന് ഒരു മാറ്റവുമില്ലാതെ മുന്നണിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ 8 സീറ്റുകളിലേക്ക് മത്സരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ CPI അറിയിച്ചിട്ടുള്ളത്. CPM-ന്റെ പിടിവാശി ആണ് യഥാർത്ഥത്തിൽ സീറ്റ് ചർച്ച വഴിമുട്ടിയത്. രാമങ്കരിയിൽ CPI പഴയ CPI അല്ല, ഏറെ സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 5 സീറ്റ് CPI-യുടെ ലോക്കൽ നേതൃത്വം പോയി ആവശ്യപ്പെട്ടു. അവർ ചർച്ച ചെയ്യാനുള്ള ഒരു നല്ല മര്യാദ കാണിക്കാതെ ഒരു സീറ്റ് ഞങ്ങൾ വേണമെങ്കിൽ ഒരു സീറ്റ് തരാം എന്ന് ഔദാര്യം പോലെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സീറ്റായിട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോരുകയായിരുന്നു. ഇനിയിപ്പോൾ ആലോചിച്ചപ്പോൾ 5 സീറ്റും ലഭിച്ചാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി ഒരുമിച്ച് മത്സരിക്കും. ഞങ്ങളുടെ ആഗ്രഹം അതാണ്. കാരണം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയത് തന്നെ CPI മുഖ്യമന്ത്രിയായിരുന്ന PK വാസുദേവൻ നായർ രാജിവെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനം സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തകരുതെന്ന് ഞങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. പക്ഷേ തകർത്തേ പറ്റുമെന്ന് CPM വിചാരിച്ചു പോയാൽ നമ്മളെന്ത് ചെയ്യാനാണ്? സമാനമായ സാഹചര്യത്തിലുള്ള തർക്കങ്ങൾ കുമാരപുരത്ത് ഉണ്ട്. ഒപ്പം തന്നെ മുട്ടാർ പഞ്ചായത്തിലും ആര്യാട് ഗ്രാമപഞ്ചായത്തിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മുട്ടാറിൽ 5 സീറ്റിൽ മത്സരിക്കാനാണ് ഇപ്പോൾ തീരുമാനം. മുട്ടാറിൽ CPI-ക്ക് നൽകാൻ തീരുമാനിച്ചത് ആകെ 1 സീറ്റാണ് എന്നുള്ളതാണ്. അതൊരു ധാർഷ്ട്യപരമായ നിലപാടാണ്. 1 സീറ്റ് പോരാ എന്നുള്ള ഒരു ആവശ്യമാണ് അവർ മുട്ടാറിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ചർച്ചകൾ കഴിഞ്ഞ ദിവസമൊക്കെ ഏറെ വൈകി കുമാരപുരത്ത് CPM നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നു. CPM ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെയും ഒപ്പം തന്നെ CPI ജില്ലാ സെക്രട്ടറി സോളമന്റെയും TJ ആഞ്ചലോസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നു. പക്ഷേ ആ ചർച്ചകളൊക്കെ ഏറെ വൈകിയും നടന്ന ചർച്ചകളൊന്നും തന്നെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. മുട്ടാറിലെ 5 സീറ്റിൽ ഇപ്പോൾ തന്നെ CPI-യുടെ സ്ഥാനാർത്ഥികൾ അവിടെ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ദിവസങ്ങൾ മാത്രമാണ് ഇനി ഉള്ളതെന്നുള്ളതാണ്. അപ്പോഴും ഈ തർക്കങ്ങൾ അതിരൂക്ഷമായി മുന്നോട്ട് പോകുന്നു. കുമാരപുരത്ത് 5 വാർഡുകളിലും ഒരു ബ്ലോക്ക് ഡിവിഷനിലുമാണ് മത്സരിക്കാനായി തീരുമാനിച്ചിട്ടുള്ളത്. മുട്ടാറിൽ 3 സീറ്റെങ്കിലും നൽകണമെന്നുള്ള ആവശ്യമാണ് CPI അവിടെ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ 1, 2, 13, 4, 14 വാർഡുകളിലാണ് മുട്ടാറിൽ ഇപ്പോൾ CPI മത്സരിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത്. ആര്യാട് ഗ്രാമപഞ്ചായത്തിലും CPM സീറ്റ് വിഭജനത്തെ സംബന്ധിച്ചിട്ടുള്ള CPI തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ജനാധിപത്യ കേരള കോൺഗ്രസിനോട് നൽകുന്ന ആ ഒരു പരിഗണന പോലും ഇവർ
ഇവരോട് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ CPIയോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. രാമങ്കരിയിലൊക്കെ വേണമെങ്കിൽ സീറ്റ് എടുത്താൽ മതി എന്നുള്ള രീതിയിൽ ധാർഷ്ട്യത്തോടുള്ള നിലപാട് സ്വീകരിക്കുന്നു. അത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ്. എന്തായാലും ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ജില്ലയിൽ നടത്തി മുന്നോട്ട് പോയിട്ടുണ്ട്. ദിവസങ്ങളായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഇടങ്ങളിൽ അത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇടതുപക്ഷത്തിന് ഏറ്റവും സ്വാധീനമുള്ള കുട്ടനാട് അടക്കമുള്ള മേഖലകളിൽ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് 8 സീറ്റ്, 14 വാർഡുകളുള്ള ഒരു പഞ്ചായത്തിൽ 8 സീറ്റിലും പരസ്പരം CPM CPI മത്സരത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആലപ്പുഴയിൽ NDAയിലും പലയിടങ്ങളിൽ തർക്കമുണ്ട്. BDJS സ്വതന്ത്രമായി മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. UDF ഇതുവരെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോലും എത്താൻ കഴിയാത്തൊരവസ്ഥയിൽ ഒന്നിലധികം സീറ്റുകൾ, 6ഓളം സ്ഥാനാർത്ഥികൾ വരെ പല സീറ്റുകളും ആവശ്യപ്പെട്ട് തർക്കം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ വലിയമരത്തടക്കം ഈ രീതിയിലുള്ള തർക്കത്തെ തുടർന്ന് അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരടക്കം രാജിവെച്ചിട്ടുണ്ട്. ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പോസ്റ്റർ, യൂത്ത് കോൺഗ്രസിനെ യുവാക്കളെ പരിഗണിക്കുന്നില്ലെന്നുള്ള പ്രതിഷേധ പോസ്റ്റർ അടക്കം DCC ആസ്ഥാനത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങനെ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ തന്നെയും വിവിധ മുന്നണികൾ ആവേശകരമായ ഒരു തിരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലേക്ക് ആലപ്പുഴയിൽ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ, News 18 ആലപ്പുഴ. പാളയത്തിൽ പട ഏതെങ്കിലും ഒരു മുന്നണിയുടെ മാത്രം കുത്തകയല്ല, അത് ആലപ്പുഴ കൊണ്ട് തീരുന്നുമില്ല. തൃശൂർ കുഴൂർ ഗ്രാമപഞ്ചായത്തിലും സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി CPM CPI തർക്കം തുടരുകയാണ്. 11ാം വാർഡിൽ ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. CPM CPIയും ഇരുവിഭാഗവും പ്രചാരണവും തുടങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജി യാക്കോബിനെ സ്ഥാനാർത്ഥിയാക്കി CPM പ്രചാരണം. AYF പ്രവർത്തകൻ രമ്യ ശ്രീജേഷിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് CPIയും പ്രചാരണം തുടങ്ങി. തർക്കം തീർക്കാൻ നേതൃതലത്തിൽ ഏതായാലും ചർച്ചകൾ തുടരുകയാണ്. ഈ പറഞ്ഞു വന്നതുപോലെ തന്നെ പടലപ്പിണക്കം ഇടത് വശത്തു മാത്രമല്ല വലത്തും കഥ അത് തന്നെ. മലപ്പുറത്ത് പെരുമണ്ണക്ലാരിയിൽ UDF സഖ്യത്തിൽ ഭിന്നതയാണ്. UDF സഖ്യത്തിൽ നിന്ന് പിന്മാറിയ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തന്നെയില്ല. സീറ്റ് തർക്കം പരിഹരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്നും പ്രവർത്തകർ ഇനി ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത് പിന്നീട് തീരുമാനിക്കും എന്നൊക്കെയാണ് പെരുമണ്ണയിലെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. മലപ്പുറം ജില്ലയിൽ പൊന്മുണ്ടത്തിന് സമാനമായി മറ്റൊരിടത്തു കൂടി UDFിലെ ഭിന്നത തെരഞ്ഞെടുപ്പ് സമയത്ത് പുറത്തു വന്നിരിക്കുകയാണ്. പെരുമണ്ണയിലാണ് ഞാനുള്ളത്. പെരുമണ്ണയിലെ കോൺഗ്രസ് UDFുമായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗുമായിട്ടുള്ള ധാരണ പാലിക്കാൻ കഴിയാത്തതിനാൽ UDFിൽ നിന്ന് പിന്മാറുകയാണ്, മത്സരത്തിന് പിന്മാറുകയാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. നമ്മുടെ പരിശീലനം എന്തുകൊണ്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരത്തിന് വിട്ടുനിൽക്കുന്നത്? ഞങ്ങൾ നിലവിൽ 5 സീറ്റാണ് ഇവിടെ മത്സരിച്ചിരുന്നത്. അധികം വന്ന 2 സീറ്റ് ആവശ്യപ്പെടുകയും അത് അവർ തിരകാൻ കഴിയില്ല എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സാറ്റസ്കോ പ്രകാരം വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 5 സീറ്റ് നൽകാമെന്ന് ഞങ്ങളോട് പറഞ്ഞതാണ്. പക്ഷേ 3 തവണ പഞ്ചായത്തിൽ മീറ്റിംഗ് നടന്നിട്ടും ഏതാണ് സീറ്റ് എന്ന് പറയാൻ പോലും അവർക്ക് കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വിടുകയും നിയോജക കമ്മിറ്റിയിലും ഒരു തീരുമാനമാവാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ എത്തുകയും ജില്ലാ കമ്മിറ്റിയിൽ ഇവർക്കൊരു ധാരണ ഞങ്ങൾക്ക് തരാൻ കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഞങ്ങൾക്ക് തരുന്ന സീറ്റുകൾ ഏതാണെന്ന് പോലും ഇവർ പറയാതിരിക്കുകയും ഞങ്ങളെ നിലവിലെ സീറ്റിൽ 2 സ്ഥലത്ത് ഇവർ റിബൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇവർ പറയുന്നത് ആ റിബൽ സ്ഥാനാർത്ഥിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് ആ സീറ്റിൽ ഞങ്ങളോട് മത്സരിക്കാനാണ്. അത് അവിടെ നമ്മുടെ ജയത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അതിന് ബദലായിട്ട് 2 സീറ്റാണ് ഞങ്ങൾ ഇവരോട് ആവശ്യപ്പെട്ടത്. ഇത് ഇന്നലെ രാത്രി വരെ ഞങ്ങൾക്ക് ഇതുവരെ ആ സീറ്റിൻ്റെ ധാരണ ആക്കി തരാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇന്നലെ രാത്രി അവസാനം ഒരു വനിതാ സീറ്റ് തരികയും ഒരു SC സീറ്റിൽ മത്സരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഈ SC സീറ്റിൽ ഞങ്ങൾ പറയുന്ന സ്ഥാനാർത്ഥിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിപ്പിക്കണമെന്നാണ് ലീഗ് നേതാവ് ഞങ്ങളോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് 5 വർഷമുള്ള വൈസ് പ്രസിഡന്റ് കാര്യത്തിൽ ഇവർക്ക് ധാരണ തരാൻ അവർക്ക് ഒരു ഉറപ്പ് തരാൻ അവർക്ക് കഴിയാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വിളിച്ചു ചേരുകയും അതിൽ 100ഓളം ഭാരവാഹികൾ അഥവാ വാർഡ് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ, മണ്ഡലം ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ പങ്കെടുക്കുകയും ഓരോരുത്തരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞ പ്രകാരം നമ്മൾ പറഞ്ഞ സീറ്റ് ആവശ്യപ്പെട്ട സീറ്റ് തരികയാണെങ്കിൽ വൈസ് പ്രസിഡന്റ് 5 വർഷം തരികയാണെങ്കിൽ UDF ആവുക എന്നുള്ളതും, അല്ലാത്ത പക്ഷം നമ്മൾ മത്സരരംഗത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് ശക്തമായ പഞ്ചായത്തിനെതിരെയുള്ള ഒരു പ്രതിപക്ഷമായിട്ട് ഇവിടെ നിലനിൽക്കാനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDFിന് വിജയിപ്പിക്കണമെന്നുള്ളത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. കോൺഗ്രസ്സാണ് UDF. പക്ഷേ ഇവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളതുമാണ് നമ്മൾ ഇന്നലെ എടുത്ത തീരുമാനം. ആ തീരുമാനത്തിൽ നിന്ന് ഇനി ഒരു മാറ്റവുമായി ഞങ്ങൾ മുന്നോട്ട് പോകില്ല. ഒരു മാറ്റവുമില്ല.
മത്സരിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതിന് ജില്ലാ നേതൃത്വത്തെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇനി ജില്ലാ നേതൃത്വം പറഞ്ഞാൽ പോലും ഞങ്ങൾക്കതിന് സാധിക്കില്ല എന്നുള്ളത് പാർട്ടി പ്രവർത്തകരുടെ വികാരം മാനിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തത്. പൊന്മുണ്ടത്തിന് സമാനമായിട്ട് ഇടതുപക്ഷമായിട്ട് ഒരു ജനകീയ സഖ്യത്തിന് സാധ്യതകളുണ്ടോ ഇവിടെ? ഞങ്ങൾ എല്ലാ വശങ്ങളും ചില ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ ഈ കോളിൽ നിന്ന് അഭിപ്രായം വന്നപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകരുടെ ഞങ്ങളുടെ ഭാരവാഹികളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് ആ ഒരു സംവിധാനത്തിനോട് യോജിച്ചു പോകാൻ CPM-ൻ്റെ ഒരു ജനകീയ മുന്നണിയുമായി യോജിച്ചു പോകാൻ താല്പര്യമില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മാറി നിൽക്കുന്നത്. ഞങ്ങൾ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരാണ്, UDF-നെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ മറ്റൊരു പ്രതിപക്ഷത്ത് അല്ല ഞങ്ങളുടെ ശത്രുപാളയത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുപോയി കെട്ടണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാതെ മാറി നിൽക്കാൻ ഞങ്ങൾ ഒരു തീരുമാനമെടുത്തത്. നിങ്ങൾക്കുണ്ടായ ഈ ഒരു പ്രതിസന്ധി UDF-ൻ്റെ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചപ്പോൾ എന്തായിരുന്നു അവരുടെ? ഞങ്ങൾ UDF-ൻ്റെ ജില്ലാ നേതൃത്വത്തെ അറിയിച്ച്, അപ്പോൾ UDF-ൻ്റെ ജില്ലാ നേതൃത്വം അവിടെ വെച്ച് നടന്ന ചർച്ച പ്രകാരം 2 സീറ്റിൽ തീരുമാനം ആയിട്ടുണ്ടല്ലോ, എന്താണ് പ്രശ്നം എന്നാണ് UDF-ൻ്റെ നേതൃത്വം പറഞ്ഞത്. ഞാൻ UDF-ൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റിനെ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു. അപ്പോൾ ഞാൻ UDF-ൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാകുകയാണ്. ഇവിടെ ഇന്നലെ പാർട്ടി കൂടി എടുത്ത തീരുമാനപ്രകാരം ഈ തീരുമാനം ആണെന്ന് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അനുവദിച്ച 5 സീറ്റിൽ 3 വിമത സ്ഥാനാർത്ഥിയെ അവർ നിർത്തിക്കഴിഞ്ഞു. പിന്നെ ആകെയുള്ളത് 2 സീറ്റാണ്. അധികം വന്ന 2 സീറ്റിൽ 1 തരാനും അവർ തയ്യാറാകുന്നില്ല. ചുരുക്കത്തിൽ കോൺഗ്രസ് ഈ പഞ്ചായത്തിൽ ഇല്ലാതാകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അല്ലേ? ഒരിക്കലുമല്ല. ഞങ്ങളുടെ പ്രവർത്തകർക്ക് വ്യക്തമായ നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പാർട്ടി പ്രവർത്തനവുമായിട്ട് വളരെ ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. മാത്രമല്ല ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുമായിട്ടോ മുസ്ലിം ലീഗിൻ്റെ മഹാഭൂരിപക്ഷം ലീഡർഷിപ്പുമായിട്ടൊന്നും ഇവിടുത്തെ കോൺഗ്രസിനോ ഇവിടുത്തെ UDF-നോ യാതൊരു പ്രതിഷേധ ഒന്നുമില്ല. ഇത് ഏതാനും ചില വ്യക്തികൾ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് UDF-നെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു പ്രവർത്തനം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് UDF ജില്ലാ നേതൃത്വമായിട്ടോ പഞ്ചായത്ത് നേതൃത്വമായിട്ടോ UDF-ൻ്റെ പുറത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുമായിട്ടോ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല, ഒരു ഭിന്നതയില്ല. തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യാനായിരിക്കും നിർദ്ദേശം നൽകാൻ പോകുന്നത്? അത് ഞങ്ങൾ പാർട്ടി മണ്ഡലം കമ്മിറ്റി കൂടിയിട്ട് ഞങ്ങളുടെ വോട്ട് എങ്ങോട്ടാണ് ചെയ്യേണ്ടതെന്നുള്ളത് പിന്നീട് ഞങ്ങൾ തീരുമാനിച്ച് അറിയിക്കും, പ്രവർത്തകരെ അറിയിക്കും. ഈ വോട്ട് ആര് ജയിക്കണം തോൽക്കണമെന്ന് തീരുമാനിക്കാവുന്ന ശക്തിയുണ്ട്? തീർച്ചയായിട്ടും ഭൂരിപക്ഷം വാർഡുകളിലും അത് നമുക്ക് തീരുമാനിക്കാനുള്ള ആരാണ് ജയിക്കണം തോൽക്കണമെന്ന് തീരുമാനിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് തീരുമാനിക്കും അല്ലേ? അതിനെക്കുറിച്ച് പിന്നീട് ഞങ്ങൾ ഇതുപോലെ തന്നെ പാർട്ടി അഭിപ്രായം തേടിയിട്ട് ഞങ്ങൾ എല്ലാ ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ എല്ലാ ഭാരവാഹികളെയും വിളിച്ചിട്ട് അവരുടെ തീരുമാനങ്ങൾ എടുത്തിട്ട് അത് ഭൂരിപക്ഷ അഭിപ്രായമാണ് ഞങ്ങൾ തീരുമാനം എടുക്കാറ്. അതാണ് ഇവിടെ നിലപാടെടുത്തിരിക്കുന്നത്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യം പിന്നീട് തീരുമാനിക്കും. പക്ഷേ നിലവിൽ UDF ആയിട്ട് മത്സരിക്കുന്നില്ല, എവിടെയും മത്സരിക്കുന്നില്ല. ലീഗ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, കോൺഗ്രസ് മത്സരിക്കാതെ മാറി നിൽക്കുന്നു. പക്ഷേ ആര് ജയിക്കണം തോൽക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ള വോട്ട് ഞങ്ങൾക്കുണ്ടെന്ന് കോൺഗ്രസ് അവകാശപ്പെടുകയാണ്. പൊന്മുണ്ടത്തിന് സമാനമായ രീതിയിൽ പെരുമണ്ണയിലെ പ്രശ്നം വളരുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും ചർച്ചകൾക്ക് അവസരമുണ്ട്, സാഹചര്യങ്ങളുണ്ട് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ വിശദീകരണം. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, News 18. അങ്ങനെ പാളയത്തിൽ പട ഒരു വശത്ത് നടക്കുമ്പോഴും അതിന് പുറത്ത് പോര് ശക്തമാക്കുക തന്നെയാണ് മുന്നണികൾ. തദ്ദേശം കൂടുതൽ ചൂടിലേക്ക് കടക്കുമ്പോൾ നാട്ടിലോട്ടിൽ കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.